നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്കുള്ള പോസ്റ്റ് മാർക്കറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മാർക്കറ്റ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു വലിയ റാലി തന്നെ കാണുവാനായിട്ട് സാധിച്ചു. നിഫ്റ്റി ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് 25,000 എന്ന റേഞ്ചിന് മുകളില് വ്യാപാരം അവസാനിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ മാർക്കറ്റില് റാലിക്ക് പ്രധാനമായും ഉണ്ടായ കാരണം നമ്മൾ ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അമേരിക്ക ഇസ്രായേലിനോട് ചേർന്ന് ഇറാനെ ആക്രമിക്കും എന്നൊരു ഭീഷണിയായിരുന്നു മാർക്കറ്റിൽ ഇപ്പോൾ ഒരാഴ്ചയിലേറെയായിട്ട് ഉണ്ടായിരുന്നത്. ഇന്ന് US പ്രസിഡന്റിന്റെ പ്രസ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഒരു ക്ലാരിഫിക്കേഷൻ വന്നു. 2 ആഴ്ചത്തെ സമയമെടുക്കും അമേരിക്കക്ക് ഈ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കുവാനെന്ന്. അതായത് US പ്രസിഡന്റ് ആ തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോയെന്ന് അർത്ഥം. അത് മാർക്കറ്റിന്റെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റൊക്കെ റിക്കവർ ആയതാണ് നമ്മുടെ മാർക്കറ്റിലും ഇന്ന് ഒരു റാലിക്ക് പ്രധാനമായി കാരണമായത്. നമ്മളെല്ലാവരും പലവിധ മാധ്യമങ്ങൾ വഴി മിഡിൽ ഈസ്റ്റ് ടെൻഷൻസിനെ കുറിച്ച് അറിയുന്നുണ്ട്. ഇതിനകത്ത് മറ്റുള്ള രാജ്യങ്ങൾ ഇടപെടാത്തോളത്തോളം കാലം ആ 2 രാജ്യങ്ങളുടെ മാത്രം കാര്യമാണ് അത്. ഗ്ലോബൽ വിപണിയെ ഇത് ബാധിക്കുന്നത് എങ്ങനെയാണ്? ആകെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഉയരുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന ഇൻഫ്ലേഷൻ മാത്രമാണ് ലോകത്തെ ബാധിക്കുന്നത്. അത് വലിയൊരു കൺസേൺ തന്നെയാണ്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ പക്ഷം ചേർന്ന് ഇറാനെ ആക്രമിക്കുവാൻ ഇറങ്ങുകയായിരുന്നെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരുന്നു. സോ അതൊക്കെ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇന്ന് സെൻസെക്സ് 1000 പോയിന്റിലേറെ റാലി നടത്തുകയുണ്ടായി. നിഫ്റ്റി 333 പോയിന്റ്സുകളുടെ റാലി ഉണ്ടാക്കിക്കൊണ്ട് 25,100 എന്ന ലെവലില് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. ആക്ച്വലി ക്ലോസിംഗ് 25,100 താഴെയായിരുന്നു. പക്ഷെ വെയ്റ്റഡ് ആവറേജ് ക്ലോസിംഗ് വന്നപ്പോൾ 25,100 മുകളിൽ പോയി. ഇന്ന് ജിയോ ഫൈനാൻഷ്യൽ, M&M, ഭാരതി എയർടെൽ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ശ്രീറാം ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നേട്ടം ഉണ്ടാക്കിയപ്പോൾ ഹീറോ മോട്ടോകോർപ്പ്, ബജാജ് ഓട്ടോ, മാരുതി സുസുക്കി, ആക്സിസ് ബാങ്ക്, ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടുകയുണ്ടായി. ഇന്നത്തെ റാലിയിൽ ബോർഡർ മാർക്കറ്റ്സും കൂടെ ജോയിൻ ചെയ്തിരുന്നു. മിഡ് ക്യാപ്പിൽ 1% ഉയർച്ച കാണുവാനായിട്ട് സാധിച്ചു. സ്മോൾ ക്യാപ്പിലും ഏകദേശം 0.7% ഉയർച്ച ഇന്ന് കാണുവാനായിട്ട് സാധിച്ചു. ഇന്ന് പ്രധാനമായിട്ടും നേട്ടം ഉണ്ടാക്കിയത് മെറ്റൽ, PSU ബാങ്ക്, റിയാലിറ്റി, പവർ, ടെലകോം, ക്യാപിറ്റൽ ഗുഡ്സ് തുടങ്ങിയ സെക്ടറിലൊക്കെ 1% മുതൽ 2% നേട്ടം ഉണ്ടാക്കുകയുണ്ടായി. തൽഫലമായി തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എല്ലാ സെക്ടോറിയൽ ഇൻഡസീസും ഗ്രീനിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തുക ഉണ്ടായത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,000 എന്ന ലെവൽ വളരെ ക്രൂഷ്യലായിരുന്നു. നിഫ്റ്റിക്ക് അത് ഭേദിക്കാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. 25,100 എന്ന ലെവലിലും മുകളിലും നിഫ്റ്റിക്ക് ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്താൻ സാധിച്ചത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി നിഫ്റ്റിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം 25,200 എന്ന ലെവല് അതിശക്തമായി തന്നെ ഭേദിക്കുകയാണെങ്കിൽ 25,500 അതിനു മുകളിലേക്കുള്ള നിഫ്റ്റിയുടെ ഒരു കുതിപ്പ് കാണുവാനായിട്ട് സാധിച്ചേക്കാം. പക്ഷെ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഇന്ത്യൻ മാർക്കറ്റില് വൻ കുതിപ്പുകൾ കാണപ്പെടുകയില്ലെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. കാരണം നമ്മുടെ സ്റ്റോക്സിന്റെ ഒക്കെ വാല്യുവേഷൻ ഹയർ ആണ്. അതനുസരിച്ചുള്ള ഔട്ട്പുട്ടും റിസൾട്ടുകളിൽ സ്റ്റോക്കുകൾ കാണിച്ചെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് കുതിപ്പിന് സാധ്യമാവുക ഉള്ളൂ എന്നാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായം. എന്നിരുന്നാൽ കൂടിയും ഇന്ത്യൻ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകും. പക്ഷെ സ്റ്റഡി ആയിട്ടായിരിക്കാം ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗ്രോത്ത് എന്നാണ് പറയപ്പെടുന്നത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ 250 പോയിന്റിന്റെ അടുത്ത് നേട്ടത്തോടു കൂടിയിട്ട് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ 3 മാർക്കറ്റുകളും നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജപ്പാൻ മാർക്കറ്റ് 1% നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തത്സമയം ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് കാണുന്നത്. നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് റാലി തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ഹോങ്കോങ് മാർക്കറ്റും തായ്വാൻ മാർക്കറ്റും ഹോസ്പി, അതായത് സൗത്ത് കൊറിയയുടെ ഹോസ്പി ഒക്കെ 1%-ഓളം
നേട്ടം ഉണ്ടാക്കി ഇന്ത്യയെ പോലെ തന്നെ. തായ്വാൻ മാർക്കറ്റിൽ ആകെ 0.2% റാലിയെ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. ബാക്കി വരുന്ന ജപ്പാൻ മാർക്കറ്റ്, സിംഗപ്പൂർ മാർക്കറ്റ്, ചൈനീസ് മാർക്കറ്റ് ഒക്കെ ഇന്ന് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി പറയട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സൂസ്ലോൺ എനർജി ആന്ധ്രാപ്രദേശിൽ നിന്നും 170 മെഗാവാട്ട് വിൻഡ് പവർ ഓർഡർ ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. കോൺകോർ ജൂലൈ 4 കമ്പനിയുടെ ബോണസ് ഇഷ്യൂ ചെയ്യാനുള്ള ഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1:4 എന്ന റേഷ്യോയിലാണ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. ITD സിമെന്റേഷൻ 960 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. കേരളത്തിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും. കേരളത്തില് തിരുവനന്തപുരത്തിലെ എയർപോർട്ടിന്റെ അനുബന്ധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. HCL ടെക് കമ്പനി US എനർജി ഫേമായ ജസ്റ്റ് എനർജിയുമായി ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുകയുണ്ടായി. കെയ്ൻസ് ടെക്നോളജി ഇന്ന് സ്റ്റോക്കിൽ ഒരു 4% റാലി കാണുവാനായിട്ട് സാധിച്ചിരുന്നു. നമ്മൾ പ്രീ മാർക്കറ്റിൽ ന്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കമ്പനി 1600 കോടി രൂപയുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ലോഞ്ച് ചെയ്യുന്നതായിട്ട് തൽഫലമായിട്ടാണ് ഇന്ന് റാലി കാണുവാനായിട്ട് സാധിച്ചത്. ഓസ്വാൾ പമ്പ്സ് ഇന്ന് ഷെയർ NSEയിൽ ലിസ്റ്റ് ചെയ്തു. IPO പ്രൈസിന്റെ മുകളിൽ 3% നേട്ടം മാത്രമേ ഉണ്ടാക്കുവാൻ സ്റ്റോക്കിന് സാധിച്ചുള്ളൂ. ട്രെൻഡ് BEL സെൻസെക്സ് 30 ഷെയറിലേക്ക് സ്റ്റോക്ക് ആഡഡ് ആയി. ഈ രണ്ട് സ്റ്റോക്കുകൾക്കും പകരം നെസ്ലെ ഇന്ത്യയും ഇൻഡുസിൻഡ് ബാങ്കും ഇൻഡെക്സിൽ നിന്നും ഒഴിവാക്കുകയുണ്ടായി. അങ്ങനെ വീക്കെൻഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും വീക്കെൻഡ് ഒക്കെ എൻജോയ് ചെയ്യുക. നമുക്ക് ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് മാർക്കറ്റ് ദിസ് വീക്ക് വീഡിയോവുമായിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.